وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا وكيف تأخذونه നിങ്ങൾ ആ മഹറിനെ എങ്ങനെ തിരിച്ചു വാങ്ങാനാണ്? വഖദ് അഫ്ദാ ബഅദുകും ഇലാ ബഅദ്, നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കെ, വഅഖദ്ന മിൻകും, അവർ നിങ്ങളിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞിരിക്കെ, മീസാഖൻ ഗലീളാ, വളരെ ബലവത്തായ ഒരു കരാർ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കെ. വിവാഹം കഴിഞ്ഞ് നല്ല നിലയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു. പക്ഷേ എന്തെങ്കിലും കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നു. ആ സമയത്ത് മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറയപ്പെട്ടത്. മഹർ വാങ്ങാൻ പാടില്ലെന്ന് മാത്രമല്ല, മാന്യമായി അവർക്ക് മത്താഅ്, ജീവിത വിഭവങ്ങൾ കൊടുത്തു വിടണം എന്നതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. മാത്രമല്ല, അവരുടെ ഇദ്ദ കാലഘട്ടത്തിൽ അവർക്കുള്ള ചെലവ് കൊടുക്കണം. അവർക്ക് അള്ളാഹു സന്താനങ്ങളെ കൊടുത്തെങ്കിൽ, ഗർഭിണിയാണെങ്കിൽ പ്രസവം വരെയുള്ള ചെലവ് കൊടുക്കണം. പ്രസവത്തിന് ശേഷം ആ കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന് ചെലവ് കൊടുക്കണം. ആ മക്കളെ അവർ വളർത്തുന്നെങ്കിൽ ആ മക്കളെ വളർത്തുന്നതിന് ചെലവ് കൊടുക്കണം. ഇങ്ങനെ വിശദമായ കാര്യങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം പെണ്ണുങ്ങളെ അനാഥമായിട്ട് വിടുന്നു എന്നാണെന്ന് പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തുന്നത്. അതിന് കൂട്ടത്തിൽ ഇസ്ലാം പറയുന്നു, നിങ്ങൾ അവർക്ക് കൊടുത്തതായ വിവാഹമൂല്യം നിങ്ങൾ തിരിച്ചു വാങ്ങരുത്. അതവരുടെ കയ്യിലിരിക്കട്ടെ. അവരുടെ ജീവിതത്തിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് ആവശ്യം വരും. അതവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ അവരുമായി ശാരീരികബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മഹറിൽ നിന്ന് ഒന്നും വാങ്ങിക്കാൻ പാടില്ല. وَكَيْفَ تَأْخُذُونَهُ وَقَدْ أَفْضَى بَعْضُكُمْ إِلَى بَعْضٍ, നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കെ നിങ്ങളതെങ്ങനെ വാങ്ങാനാണ്? നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, ഭാര്യ മോശമായ പ്രവർത്തനം നടത്തി, അങ്ങനെ ഭാര്യ ഒഴിവാക്കി, അപ്പോൾ ആ സമ്പത്ത് തിരിച്ചു വാങ്ങാമോ? മഹർ തിരിച്ചു വാങ്ങാമോ? ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഭാര്യ മോശമായ പ്രവർത്തനം ചെയ്തു എന്നതിൻ്റെ വാദം അന്യായമാണെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹ പ്രശ്നമുണ്ടായാൽ ആദ്യത്തെ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യഭിചാര ആരോപണമാണ്, മോശമായ ബന്ധത്തെ പറ്റിയുള്ള ആരോപണം പറയലാണ്. എന്നാൽ പിന്നെ നിനക്ക് സമ്പത്തുമായി യാതൊരു ബന്ധവുമില്ല. ഇനി അത് ന്യായമാണെങ്കിൽ നീ അവളുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചിരിക്കെ നിനക്ക് ആ സമ്പത്ത് ലഭിക്കുന്നതല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഭാര്യയുമായി അകൽച്ചയുള്ള ആളുകളുടെ വിഷയം ഇതാണെങ്കിൽ സന്തോഷത്തോട് വിട്ടുപിരിയുന്നു, അവിടെ മഹർ ഇങ്ങനെ വാങ്ങിക്കാനാണ്. وَكَيْفَ تَأْخُذُونَهُ وَقَدْ أَفْضَى بَعْضُكُمْ إِلَى بَعْضٍ وَأَخَذْنَ مِنْكُمْ مِيثَاقًا غَلِيظًا, അവർ നിങ്ങളിൽ നിന്നും വളരെ ബലവത്തായൊരു കരാർ വാങ്ങുകയും ചെയ്തിരിക്കുന്നു. ആര്? സ്ത്രീ. അവർ നിങ്ങളിൽ നിന്നും ബലവത്തായൊരു കരാർ വാങ്ങിയിരിക്കുന്നു. ഏതാണ് ഈ ബലവത്തായ കരാർ? ഒന്ന്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിരന്തരമായ കൽപ്പനകളാണ്. വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കണം. തൊട്ടുമുമ്പുള്ള ആയത്തിൽ വന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ഉപദേശിക്കുമായിരുന്നു, നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കണം.
ഹജ്ജത്തുൽ വദാഇൻ്റെ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അരുളി വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം എന്ന എൻ്റെ ഉപദേശത്തെ നിങ്ങൾ സ്വീകരിക്കുക. ഫഇന്നകും അഖർതുമൂഹുന്ന ബിഅമാനില്ലാ ബിഅമാനിൻ മിനല്ലാഹ്, പടച്ചവൻ്റെ ഭാഗത്ത് നിന്നുള്ള വിശ്വസ്തയോടുകൂടിയാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, പടച്ചവൻ്റെ വാചകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അവരുടെ ഗുഹ്യഭാഗം അനുവദനീയമാക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളാണ് ഒന്നാമത്തെ വലിയ കരാർ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കരാർ, വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ ഓരോ വ്യക്തിയും പെണ്ണിൻ്റെ വലിയനോട് പറയുന്ന വാക്ക് വലിയൊരു കരാറാണ്. അതിൻ്റെ സാഹചര്യം ശരിക്കും മനസ്സിലാക്കണം, നന്നായിട്ട് മനസ്സിലാക്കാൻ. ഇസ്ലാമിൽ വിവാഹത്തിന് 3 അധ്യായമുണ്ട്. ഒന്ന്, വിവാഹത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിവാഹം കഴിക്കാൻ പോകുന്ന ബന്ധങ്ങൾ ശരിയാണോ, എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്, വിവാഹാലോചന, അടുത്ത ആയത്തിൽ അത് പറയും. രണ്ടാമത്തത്, വിവാഹത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, വൈവാഹിക ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ. 3, വിവാഹത്തിൻ്റെ ഇടപാടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഖദ്, വിവാഹത്തിൻ്റെ ഇടപാട്. അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കി. ഒരു യുവാവിന് വിവാഹം കഴിക്കാൻ ആഗ്രഹം, അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പരിശ്രമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ബന്ധുമിത്രങ്ങളും പരിശ്രമിക്കുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടും. ആ പെൺകുട്ടിയെ പറ്റിയെല്ലാം അന്വേഷിച്ച് തൃപ്തിയായി, ഒന്ന് നോക്കാൻ പറ്റിയാൽ നോക്കി. അതിനുശേഷം ഇദ്ദേഹം ആ പെണ്ണിൻ്റെ പിതാവിനോട് അപേക്ഷ കൊടുക്കുകയാണ്, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ഇതാണ് വിവാഹാലോചന, ഖിത്ബത്ത് എന്ന് പറയും. വിവാഹാലോചന പ്രധാനപ്പെട്ട വിഷയമാണ്. വയുസുന്നുൽ ഖുത്ബത്തു ഖബലൽ ഖിത്ബ, വിവാഹാലോചന പ്രധാനപ്പെട്ട കാര്യമാണ്. മറന്നുപോകുന്ന ആൾക്കാർ വിവാഹ നിശ്ചയം, അച്ചാരം, കുണുകുണു, മണുമണു, പല പരിപാടികളെല്ലാം നടത്തും. പക്ഷേ പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹത്തിൻ്റെ ആലോചന. എൻ്റെ മകൻ, അവന് എല്ലാമുണ്ട്, പക്ഷേ ഒന്ന് കുറവുണ്ട്. ആ കുറവ് നിങ്ങളുടെ മകളിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. നിങ്ങളുടെ മകളെ ഞാൻ എൻ്റെ മകന് വേണ്ടി ചോദിക്കുന്നു. ഇതാണ് വിവാഹാലോചന. ഈ സമയത്ത് പെണ്ണിൻ്റെ പിതാവ് പറയും, ഞാൻ ഇൻഷാ അല്ലാഹ് ആലോചിക്കട്ടെ. അവർ ഈ പയ്യനെ പറ്റി ആലോചിക്കും, പയ്യൻ്റെ കുടുംബത്തെ പറ്റി അന്വേഷിക്കും. മാഷാ അല്ലാഹ്, സ്വഭാവം കൊള്ളാം, ദീനീയ അവസ്ഥയും കൊള്ളാം. ഈ സമയത്ത് അവർ തയ്യാറാകും വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ വന്നിരുന്ന് ആദ്യം ഒരു വാചകം പറയും, ഇതിന് ഈജാബ് എന്നാണ് പറയുന്നത്. എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നു. നടു റോട്ടിൽ വെച്ചുണ്ടായ ബോധോദയത്തിനാണ് പറയുന്നത്. നേരത്തെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് വന്ന് നിങ്ങളുടെ മകളെ ചോദിച്ചല്ലോ. എൻ്റെ മകളെ, എൻ്റെ പ്രിയപ്പെട്ട മകളാണ്, ഇന്ന് വരെ ഞാൻ വളർത്തിയതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആദരവായ റസൂലിൻ്റെ മാതൃക അനുസരിച്ച് ഞാൻ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരുന്നു. ഇതിനെ ഏറ്റുവാങ്ങുന്നതിനാണ് കബൂൽ എന്ന് പറയും. ഈജാബും കബൂലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ഓരോ കാര്യത്തിനും 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, കാര്യങ്ങൾ വളരെ ലളിതമാക്കി. വിവാഹം വളരെ ലളിതം. ഈ ഒരു വാചകം ബാപ്പ പറഞ്ഞു, അതിനനുസരിച്ചൊരു മറുപടി മകൻ, വരൻ പറഞ്ഞു, വിവാഹം തീർന്നു. അത് ഇംഗ്ലീഷിലാകണം, അറബിയിലാകണം, ജർമ്മൻ ഭാഷയിലാകണം, അതിന് മുമ്പ് ഇങ്ങനെ കുറേ വേണം, ശേഷം കുറേ ഇങ്ങനെ വേണം, ഒന്നുമില്ല. കാര്യം വളരെ എളുപ്പത്തിൽ നടന്നു. ഒന്ന്, വളരെ ലളിതമാണ്. 2, അതിനോടുകൂടി അതീവ ഗൗരവമുള്ളതുമാണ്. വാഖദ്ന മിൻകും മീസാഖൻ ഖലീല, ഭയങ്കര കരാറാണിത്. നമ്മൾ ഈ 2 കാര്യങ്ങളും മറന്നു പോകും. ലാളിത്യത്തിലേക്ക് നോക്കി കാര്യത്തെ നിസ്സാരപ്പെടുത്തും, അല്ലെങ്കിൽ കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് നോക്കി ഫിറ്റിങ്ങുകൾ നടത്തും. ധാരാളം ഫിറ്റിങ്, ധാരാളം ഇല്ലാത്ത കാര്യങ്ങൾ. ഇസ്ലാം വളരെ ലളിതമാണ്, എന്നാൽ അതീവ ഗൗരവമാണ്, പ്രാധാന്യമാണ്. വലിയ ഗുരുതരമായ വാക്കാണിത്, ചെറിയ വാക്കല്ല.
താങ്കളുടെ ഭാര്യയുടെ പിതാവ് ആ വാചകം പറയുകയും താങ്കൾ അതിന് കബിൽത്തു എന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ രണ്ടുപേരുടെയും ആകാശഭൂമികൾ മാറി മറിയുകയാണ്. ഈ വാചകം പറയുന്നതിന് മുമ്പുള്ള നിമിഷം നിഷിദ്ധമായിരുന്ന കാര്യങ്ങൾ ഇനി അനുവദനീയമല്ല, പുണ്യകർമ്മമായിട്ട് മാറുകയാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ തല്ലി പൊളിച്ച് പിരിയാൻ തയ്യാറാകുന്നത്. ഒരു സ്ഥലത്ത് പോയി വലിയ പ്രശ്നം ഭാര്യയുമായിട്ട്, സഹോദര നിങ്ങളൊരു ഗൗരവമായ കരാറുമായി ബന്ധപ്പെട്ടതറിയാമോ? ഒരു കരാറും കൂരാരും നടത്തിയിട്ടൊന്നുമില്ല. അറിയില്ല നിങ്ങൾക്ക്? ഇല്ല, അറിയില്ല. ഇല്ല, നിങ്ങൾ ഒരു കൈ പിടിച്ച് പെണ്ണിൻ്റെ വാപ്പയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പലതും പറയും. വെല്ലുവിളിക്കുകയാണ്, ധിക്കാര വാക്ക് പറയുകയാണ്. എന്നാൽ വാക്കിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മൾ മലയാളത്തിൽ ഈ വാക്ക് പറയുന്നെങ്കിലും ബഡ്കരിൽ വാക്ക് പൂർണ്ണമായിട്ട് പറയും. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചും ഈ പെൺകുട്ടിയെ നല്ല നിലയിൽ നോക്കണം എന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരുന്നു. മനസ്സ് പടയ്ക്കുമോ ഇല്ല ഇത് കേട്ട് കഴിഞ്ഞാൽ? ബാക്കി അറബി പറയുക, ഉസബിജുക അലാമ അലാമ അമറല്ല ബി ബി. അതിന് മലയാളത്തിൽ എൻ്റെ മോളെ നിങ്ങൾ കെട്ടിച്ചു തന്നു, ഞാൻ സ്വീകരിച്ചു. ആ വ്യക്തമായിട്ട് ആ വാക്കിനെ പറ്റി മനസ്സിലാക്കണം. ചെറിയ വാക്കല്ല ഇത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ, അതിന് കാര്യവും കാര്യമാണ്, കളിയും കാര്യവുമാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. നിങ്ങളും ഭാര്യയും തമ്മിലുള്ള ഉടമ്പടിയാണ് നിക്കാഹ്. യഥാർത്ഥത്തിൽ ആ സ്ത്രീ സരസിൽ വന്നിരുന്ന് നിങ്ങളോട് വിവാഹത്തിൻ്റെ ഇടപാട് നടത്തേണ്ടതാണ്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മറഞ്ഞിരിക്കേണ്ട സ്ത്രീത്വത്തിൻ്റെ മഹത്വം ഇസ്ലാം കൽപ്പിച്ചതുകൊണ്ട് അവർ മറയുടെ പുറത്തിരുന്ന് പാപ്പയെ വിട്ടിരിക്കുകയാണ്. ആരുമായിട്ട് നടത്തുന്ന കരാറാണ്? നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള കരാറാണത്. സാക്ഷി അള്ളാഹുവാണ്. നിങ്ങളുടെ ഭാര്യയുടെ ഭാഗത്തു നിന്നുമാണ് ഭാര്യയുടെ വാപ്പ, സഹോദരൻ അല്ലെങ്കിൽ ഇമാമ് നിങ്ങളോട് പറയുന്നത്, എന്നെ ഏൽപ്പിച്ച പെൺകുട്ടിയെ ഞാൻ താങ്കളെ പടച്ചവനിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ഏൽപ്പിക്കുകയാണ്. ബാധ്യത ഏറ്റെടുക്കണം. ചെറുപ്പക്കാരൻ ഞെട്ടിത്തെറിച്ചു പോകും, പക്ഷെ അള്ളാഹുവിലേക്ക് നോക്കും. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഞാൻ വളരെ പൊന്നുപോലെ നിങ്ങളെ മോളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് 2 കൈയല്ല എൻ്റെ കൽവ് നീട്ടി സ്വീകരിച്ച് മനസ്സിലേക്കെടുത്ത് വെക്കുന്നു. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. അതുകൊണ്ട് കല്യാണം കഴിച്ചവരെ, കല്യാണം കഴിക്കാൻ പോകുന്നവരെ കാര്യം നിസ്സാരമല്ല. ആ കാര്യം വളരെ ലളിതമാണ്, പക്ഷേ അതീവ ഗൗരവമുള്ളതുമാണ്. അതീവ ഗൗരവമാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. അവർ നിങ്ങളിൽ നിന്നും വളരെ ബലവത്തായ ഒരു കരാർ വാങ്ങിയിരിക്കുന്നു, വിവാഹത്തിൻ്റെ ഇടപാട്. അതുകൊണ്ടാണ് നിങ്ങൾ മസ്ജിദിൽ വെച്ച് നടത്തിൻ, നല്ലവരുടെ സരസിൽ വെച്ച് നടത്തിൻ. നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ നടത്തിക്കൊള്ളും, പക്ഷേ കുറച്ച് മര്യാദ കാണിക്കും. 444 ഫോട്ടോ എന്തിനാണ്? ഒരാൾ അങ്ങനെ നിന്നും ഒരാൾ ഇങ്ങനെ നിന്നും ഒരാൾ കസേരയുടെ മുകളിൽ കയറിയുന്നുണ്ട്. മെയ്ക്ക് പോലും ആവശ്യമില്ല. ഇവർ 2 പേരും തമ്മിൽ നടത്തുന്നതാണ്. അത് മെയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. പറയുന്നു ഉസബിജുക്ക അലാമ, അങ്ങോട്ട് ഉസാന ഓത്ത് നോക്കി പറഞ്ഞു. അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അറിയാൻ വേണ്ടി ഉസബിജുക്ക ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കെട്ടിച്ചു തന്നു. അത് മട ചിന്തി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമാണ്. അടുത്തൊരു ചെറുപ്പക്കാരൻ പറയേണ്ടത് കാര്യം ചിരിച്ചിങ്ങനെ കൂളായിട്ട് വന്നിരിക്കുക. ഞാൻ പറഞ്ഞു 2 പേരും കൂടി നടത്തുന്ന പരിപാടിയാണ് കേട്ടോ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട്, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കണം. ഞാൻ ഇടയ്ക്ക് വാക്ക് പറഞ്ഞു തരുന്ന ആൾ മാത്രമാണ്. ചെയ്തോളാം, പറയാൻ കൊണ്ട് വരിക. ഉസബിജു ഇങ്ങോട്ട് പറ 2 പേരും. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ.